എൻ്റെ ചെറുപ്പം മുതൽ ഒരു 15 വയസ്സ് ഇതിൽ ഫോട്ടോഗ്രാഫിക്ക് ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. ഞങ്ങളെ ഈ കുടുംബം മാത്രം തന്നെ ചെയ്തിരുന്നത്. എൻ്റെ ഉമ്മ സെറ്റ് ചെയ്ത് ഉപ്പാണ്. വാപ്പയാണ്. എൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. എൻ്റെ അപ്പാൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. എൻ്റെ അപ്പാൻ്റെ പേര് മുഹമ്മദ് എന്ന ബാപ്പു. അതാണ് ബാപ്പു സ്റ്റുഡിയോ. അവരുടെ മകനാണ് ഞാൻ, ബാവ. ഞാൻ ഇങ്ങനെ പോലീസ് വിളിച്ചാൽ മോർച്ചറിയിൽ പോവും. മോർച്ചറിയിൽ പോയപ്പോഴാണ് അവിടുത്തെ അവസ്ഥകളൊക്കെ എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ ഫസ്റ്റിൽ ഡെഡ് ബോഡി ഫോട്ടോ എടുക്കാൻ പോയത് പുറത്തൊരു ഭാരത പുഴയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഡെഡ് ബോഡി ഫോട്ടോ എടുക്കണത്. അതായത് ഞാൻ ഫസ്റ്റിൽ എടുക്കുകയുള്ള ഡെഡ് ബോഡി ഫോട്ടോ എടുക്കുകയുള്ള. അപ്പോൾ എനിക്ക് ഒരു പേടി തോന്നി. പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ തോന്നുന്നില്ല. ഒരാഴ്ചയോളം ഞാൻ മത്സ്യം ഇറച്ചിയൊന്നും കൂട്ടില്ല. ഭക്ഷണം തന്നെ ശരിക്കും പോവല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ശരിയായി ഇങ്ങോട്ട് വന്ന് ഇപ്പം എനിക്ക് ആ പേടിയൊന്നുമില്ല. 69 വയസ്സായി. ഈ കാലത്തിന് ശേഷം ഞാനിപ്പോൾ ഒരു 2000-ൽ മേലെ ഡെഡ് ബോഡി ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. എൻ്റെ കണക്ക് അങ്ങനെയാണ്. 150-200 ക്യാമറ ലെൻസുകളും എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതിന് ഞാൻ ചില കോളേജുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോക്കുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ക്ലാസ് എടുക്കാനും കാര്യങ്ങളൊക്കെ പോക്കുണ്ട്. പിന്നെ എക്സിബിഷനൊക്കെ നടക്കാൻ പല സ്കൂൾക്കും പല വാർഷികത്തിനും പല സമ്മേളനത്തിനൊക്കെ കൊണ്ടുപോകലുണ്ട്. ഞങ്ങൾ പാലക്കുളപ്പുകാരാണ്. ഞങ്ങൾ ഒരു ഫോട്ടോഗ്രാഫി കുടുംബങ്ങളാണ്. ഞാൻ TV സറഫുദ്ദീൻ. മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് സ്റ്റുഡിയോ ഇട്ടുന്നത് റഹ്മാൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിരുന്നു. എൻ്റെ വല്യപ്പാൻ്റെ ഇരുന്ന്. ഞങ്ങളൊരു 5 തലമുറ ഫോട്ടോഗ്രാഫർമാരുണ്ട്. ജവഹർലാൽ നെഹ്റു വന്നിട്ട് എൻ്റെ ഉപ്പ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരു 22 വയസ്സിലൊക്കെ EMSൻ്റെ ഫോട്ടോ ഉപ്പ എടുത്തിരുന്നു. അതേമാതിരി CH മുഹമ്മദ് കോയൻ 22 വയസ്സിലൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. യേശുദാസിൻ്റെ ഫോട്ടോ ഉപ്പ എടുത്തിട്ടുണ്ട് നമ്മളെ തുഞ്ചൻപറമ്പിൽ വന്നിട്ട്. അതും വളരെ ചെറുപ്പത്തിലാണ് യേശുദാസിൻ്റെ ഫോട്ടോ ഉപ്പ എടുത്തിട്ടുള്ളത്. എൻ്റെ ഉപ്പാൻ്റെ കുറേ ഫോട്ടോകൾ പല പത്രങ്ങളിലായാലും, മനോരമയിലായാലും മാതൃഭൂമിയിലായാലും എല്ലാ പത്രങ്ങളിലും ചില ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ വരലുണ്ട്. ഞങ്ങളൊപ്പടക്കം ഞങ്ങളെല്ലാവരും പാടെ 10-20 പേരുണ്ട് ഇതിൽ. ബാക്കി ഗൾഫിലും മറ്റിടത്തൊക്കെ ആയിട്ട് ഞങ്ങൾ 40 ഉണ്ട്. അന്ന് തന്നെ ഇവർ എഴുതിയിട്ടുണ്ട്. 40ഓളം ഫോട്ടോഗ്രാഫർമാർ ഇന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്.